അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ നിലച്ചിരിക്കുകയാണെന്ന് പരസ്യമായി സമ്മതിച്ചതോടെ പശ്ചിമേഷ്യയിൽ ആഗോള സാമ്പത്തിക ഘടനയെ പോലും പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള വൻ സൈനിക നയതന്ത്ര പ്രതിസന്ധിയാണ് ഉരുണ്ടുകൂടുന്നത്. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്ക് പരിഹാരം കാണാൻ അന്താരാഷ്ട്ര തലം മുതൽ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും യാതൊരുവിധ ചർച്ചകളും നിലവിൽ നടക്കുന്നില്ലെന്ന അമേരിക്കൻ വെളിപ്പെടുത്തൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമായതോടെ കടുത്ത പ്രതികരണവുമായി ഇറാനും രംഗത്തെത്തി. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പുറപ്പെടുവിപ്പിച്ച പ്രസ്താവന ആഗോളതലത്തിൽ വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചത്. തങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ അമേരിക്ക പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്നത് തുടരുമെന്നാണ് ഇറാന്റെ അന്തിമ മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം കേവലം ഒരു പ്രാദേശിക ഭീഷണിയല്ല, മറിച്ച് ആഗോള ഊർജ വിപണിയെ സ്തംഭിപ്പിക്കാൻ പോന്ന ഒന്നാണ്. പേർഷ്യൻ ഉൾക്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്നത്. ദീർഘകാലമായി അമേരിക്ക ഇറാനുമേൽ ചുമത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളും അതിനെ തുടർന്നുണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുമാണ് നിലവിലെ പ്രതിസന്ധിയുടെ മൂലകാരണം. ഇറാന്റെ സാമ്പത്തിക മേഖലയെയും എണ്ണ കയറ്റുമതിയെയും തകർക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയൊരു രാഷ്ട്രീയ നിർബന്ധിതാവസ്ഥയാണ് സൃഷ്ടിച്ചത്. ഒരു വശത്ത് ഇറാന്റെ ഉപാധികൾക്ക് മുൻപിൽ വഴങ്ങുന്നത് സ്വന്തം നയതന്ത്ര വീഴ്ചയായി ചിത്രീകരിക്കപ്പെടുമെന്ന് അമേരിക്ക ഭയക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹോർമുസിലെ ഉപരോധം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ചൈന, ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ഇത് നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ഉപരോധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാനും സാധ്യതയേറെയാണ്. ഹോർമുസ് കടലിടുക്കിലെ സൈനിക വിന്യാസം ഇറാൻ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മേഖലയിലൂടെ കടന്നു പോകുന്ന വിദേശ ചരക്ക് കപ്പലുകൾക്കും എണ്ണ ടാങ്കറുകൾക്കും മേൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫിന്റെ പ്രസ്താവന കേവലം ഒരു സൈനിക ഭീഷണി മാത്രമല്ല, മറിച്ച് അമേരിക്കയ്ക്ക് മേൽ കൃത്യമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രം കൂടിയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ ലോകത്തിന് മുൻപിൽ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് നിലവിലെ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്കയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ മുൻകാലങ്ങളിലെ പോലെ കടുത്ത മുന്നറിയിപ്പുകൾ നിറഞ്ഞതാണെങ്കിലും യഥാർത്ഥത്തിൽ നയതന്ത്രപരമായ ഓപ്ഷനുകൾ അമേരിക്കയ്ക്ക് മുൻപിൽ കുറഞ്ഞു വരികയാണ്. ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ഫലം ചെയ്യില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ച് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നത് അമേരിക്കയെ ചിന്തിപ്പിക്കുന്ന ഘടകമാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ നിലവിൽ വലിയ ഭീതിയിലാണുള്ളത്. ഹോർമുസ് പാത അപകടത്തിലായതോടെ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുത്തനെ ഉയർന്നു കഴിഞ്ഞു. ഇത് ചരക്ക് കൂലി വർദ്ധിക്കുന്നതിനും തൽഫലമായി ലോകമെമ്പാടും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും വഴിവെക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശാഠ്യം മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ഓർത്ത് വലിയ ആശങ്കയിലാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും വിനോദസഞ്ചാര വ്യാപാര മേഖലകളെയും തകർക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അവർ ഹോർമുസ് കടലിടുക്കിനെ ഒരു പ്രധാന ആയുധമായാണ് ഉപയോഗിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി സ്ഥാനം നൽകുന്ന അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തുറന്നു പറച്ചൽ ഭരണകൂടത്തിനുള്ളിലെ ഭിന്നതകളുടെയോ അല്ലെങ്കിൽ പുതിയൊരു തന്ത്രത്തിന്റെയോ ഭാഗമാകാം. ചർച്ചകൾ നടക്കുന്നില്ലെന്ന് സമ്മതിക്കുന്നതിലൂടെ ഇറാന് മേൽ കൂടുതൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ടാകാം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകളും ഈ സംഭവങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നത്.
നയതന്ത്ര വാതിലുകൾ പൂർണ്ണമായും അടയുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുടെ വേഗത കൂട്ടാൻ കാരണമായേക്കും. തങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീങ്ങിയില്ലെങ്കിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബാധ്യതയില്ലെന്ന നിലപാടിലേക്ക് ഇറാൻ നീങ്ങിയാൽ അത് മേഖലയിലെ ആണവായുധ മത്സരത്തിന് വഴിവെക്കും. ട്രംപിന്റെ പ്രസ്താവനയും ഇറാന്റെ ഹോർമുസ് അന്ത്യശാസനവും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലോകം അനുഭവിക്കാൻ പോകുന്നത് കേവലം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയല്ല, മറിച്ച് ഗുരുതരമായ ഒരു ആഗോള സാമ്പത്തിക ഊർജ്ജ ദുരന്തമായിരിക്കും. വൻ ശക്തികൾ ഇടപെട്ട് അടിയന്തരമായി ചർച്ചകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറുമെന്നാണ് സൂചന.